ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇത്തിരി ആമ്പൽ വിശേഷങ്ങൾ കേട്ടാലോ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്യൂബൻ എന്ന് പേരുള്ള ഒരു വാട്ടർ ലില്ലിയാണ്. ഈ അമ്പലിനെ പലരും ഡ്യൂബൻ എന്നും വിളിക്കാറുണ്ട്, ഡൗബൻ എന്നും വിളിക്കാറുണ്ട്. ഞാൻ വിളിക്കാറുള്ളത് ഡ്യൂബൻ എന്നാണ്. രാവിലെ അല്ല, ഇത്തിരി വൈകിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ വെയിലൊക്കെ ഉദിച്ച് തുടങ്ങുമ്പോഴേക്കും ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങും. ഒരു 8:30-9 മണിയോട് കൂടിയിട്ടൊക്കെ എല്ലാ പൂക്കളും വിരിയും. അതേപോലെ തന്നെ നമ്മുടെ ഡ്യൂബനും നേരത്തെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. വൈകിട്ട് ഒരു 3 മണി 3:30 കൂടിയിട്ട് ആമ്പലൊക്കെ കൂമ്പിപ്പോവും ചെയ്യാറുണ്ട്. ഇതളുകളൊക്കെ മടങ്ങി കൂമ്പിപ്പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വിവിപാരസ് വാട്ടർ ലില്ലിയാണ് ഡ്യൂബൻ. വിവിപാരസ് എന്ന് പറഞ്ഞാൽ ഇലകളിൽ നിന്ന് തന്നെ പുതിയ തെയ്യകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ വാട്ടർ ലില്ലികൾ തന്നെയാണ് വിവിപാരസ് എന്ന് പറയുന്നത്. എല്ലാ അമ്പലുകൾക്കും ഇലകളിൽ നിന്ന് തെയ്യകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ലീഫിൽ സെൻറ്ററിലായിട്ടൊരു തടിപ്പ് പോലെ വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അങ്ങനെയുള്ള ലീഫുകളിലാണ് പുതിയ തെയ്യകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുക. ഇലകളിൽ നിന്ന് പുതിയ തെയ്യ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഏത് പോട്ടിൽ നിന്നാണോ പൊട്ടിച്ചെടുക്കണത്, ആ ഇല കട്ട് ചെയ്തെടുക്കണത്, ആ പോട്ടിൽ തന്നെ വെള്ളത്തിൽ ഈ ലീഫ് കമത്തിയിട്ടാൽ മതിയാവും. ആ ചെറുതായി കണ്ടിട്ടുണ്ടായിരുന്ന ആ തടിപ്പ് 2-3 ദിവസം കഴിയുമ്പോൾ ഒരു മുള പോലെ ഇത്തിരി വലുപ്പത്തിൽ കനം വെച്ചിട്ട് വരുന്നത് കാണാം. 2 ദിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തടിച്ച ഭാഗത്ത് നിന്ന് ലീഫുകളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ആ ലീഫിൽ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി നടാവുന്നതാണ്. ഈ കാണുന്ന തെയ്യകൾ മുഴുവൻ ഡ്യൂബൻ്റെ തന്നെയാണ്. ആ പോട്ടിൽ നിറയെ ഡ്യൂബൻ്റെ തെയ്യകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. തെയ്യകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇലകൾ കമത്തിയിടലൊക്കെ കുറവാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കാണുന്ന തെയ്യകൾ, ഇതിലുണ്ടായിട്ടുണ്ടായിരുന്ന പൂവുകളൊക്കെ പരാഗണം നടന്നിട്ട് അതിൽ നിന്ന് വിത്ത് വീണ് മുളച്ചിട്ടുള്ള തെയ്യകളാണ്. ഇനി നമുക്ക് ആമ്പലിൻ്റെ തെയ്യ് എങ്ങനെയാണ് നടുക എന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാൻ ഡ്യൂബൻ്റെ തെയ്യ് തന്നെയാണ് എടുക്കുന്നത്. ഈ പോട്ടിൽ നിന്ന് തന്നെ ഇതിൽ നിറയെ തെയ്യകളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എടുക്കുന്നത്. നല്ല പോലെ തന്നെ ലീഫുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 തെയ്യകളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് പോട്ട് മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഒരു ചെറിയ പോട്ടിൽ ആമ്പലിൻ്റെ തെയ്യകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനെ നേരെ വലിയൊരു പോട്ടിലേക്ക് ഇറക്കി വെക്കണതിനെയാണ് പോട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന പോട്ടിലാണ് ഞാൻ ആമ്പലിൻ്റെ തെയ്യകൾ വെച്ച് പിടിപ്പിക്കാൻ പോണത്. അടിവളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ്, ഉണക്ക ചാണകപ്പൊടിയാണ് ഞാൻ അടിവളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിൽ വലിയ വലിയ കല്ലുകൾ ഉണ്ടെങ്കിൽ അതും, അതേപോലെ വല്ല നാരുകളോ വല്ല കമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി കളഞ്ഞു കൊടുക്കുക. അടിവളായിട്ട് ചേർത്തിട്ടുള്ള ചാണകപ്പൊടി ഒരു 1/4 ഭാഗമാണ് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ മണ്ണാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ പോട്ടിൻ്റെ മുഴുവൻ ഭാഗവും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആമ്പൽ തൈകൾ വെച്ച് കൊടുക്കണം. നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ നല്ലപോലെ കരിഞ്ഞു പോവും. അതുകൊണ്ട് വെള്ളത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് തൊട്ട് കാണിക്കുന്ന വേരിൻ്റെ അവിടെയുള്ള ഒരു ബ്ലാക്ക് കളറിലൊരു മണി പോലെ കാണുന്നില്ലേ, അതതിൻ്റെ കിഴങ്ങാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള 2 തെയ്യിലും അതേപോലെ തന്നെ ചെറുതായിട്ടുള്ള ഒരു കിഴങ്ങുണ്ട്. അത് നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ഇലകൾ വലുതാവണതിനനുസരിച്ച്, പ്ലാന്റ് വലുപ്പം വയ്ക്കണതിനനുസരിച്ച് ആ കിഴങ്ങും അതേപോലെ തന്നെ നല്ല വലുപ്പം വയ്ക്കും. ആമ്പലിൻ്റെ തൈകൾ പ്ലാന്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ 5-6 ലീഫുകളോട് കൂടിയിട്ടുള്ള ഇതേപോലെയുള്ള പ്ലാന്റ്സ് എടുക്കാൻ നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറൊക്കെ ഉണ്ടായി കിട്ടും. ഇനി നമുക്ക് ആമ്പലിൻ്റെ തൈകൾ പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോട്ടിംഗ് മിക്സ്ചറിലേക്ക് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് ഒരു കുഴി കുഴിച്ച് കൊടുത്തിട്ട് ആ ആമ്പലിൻ്റെ തെയ്യിന് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ പുതിയതായിട്ട് വരുന്ന ലീഫുകളൊന്നും മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകാണ്ട് വേണം നമ്മളത് കുഴിച്ചിടാനായിട്ട്. നമ്മളെടുത്തിട്ടുള്ള ആമ്പൽ തെയ്യിൻ്റെ ആ കിഴങ്ങും അതേപോലെ തന്നെ അതിൻ്റെ വേരും മാത്രമാണ് മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ച് കൊടുക്കണ്ടു. ഒരു തെയ്യ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത തെയ്യ് നടാനായിട്ടും ഇതേപോലെ തന്നെ ഒരു വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കൊടുത്തിട്ട് അടുത്ത തെയ്യും വേരും കിഴങ്ങും കൂടിയിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കണം. രണ്ടാമത് എടുത്തിട്ടുള്ള ഈ തെയ്യിൽ 2 ലീവ്സ് എൻ്റെ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു.
ഞാനതിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ അതിൽ ആകെ കട്ട പിടിച്ചിട്ടാണ് നിന്നോടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ 2 ലീഫിനെ ഒന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ. ഇപ്പോൾ 2 അമ്പലത്തെയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു വലിയ പോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള തെയ്യകളായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിറയെ വെള്ളം എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാം മുകളിലേക്ക് പൊന്തി നിൽക്കും. പക്ഷേ ഞാൻ എടുത്തേക്കണ തെയ്യ് തീരെ കുഞ്ഞിതായതുകൊണ്ട് പകുതി വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ആ തെയ്യ് നട്ടിട്ടുണ്ടായിരുന്ന ചെറിയ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അതിലത്തെ മണ്ണാകെ കലങ്ങിയിട്ട് ചെളിയായിട്ടുണ്ടായിരുന്നു. അത് വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ ആകെ കലങ്ങിയിട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളും ഇതേപോലെ ചെയ്യുമ്പോൾ മണ്ണിൽ വെള്ളം ഒഴിക്കാണ്ട് വേണം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. ഇപ്പോൾ ആമ്പൽ തൈകൾ വെച്ച് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇലകളെല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.